ഇത് കണ്ടോ, ഒരു തീപ്പെട്ടിക്കൂടിന്റെ പോലും വലുപ്പമില്ലാത്ത ലോകത്തിലെ ഏറ്റവും ചെറിയ കാർ സ്റ്റുഡിയോ ആണിത്. ഇങ്ങനെ ഒരെണ്ണം നിർമ്മിച്ചെടുത്ത ഏതൊരു ചെറിയ ഗ്യാപ്പിലും വെക്കാമെന്ന് മാത്രമല്ല, നിങ്ങളുടെ വണ്ടിയിൽ ഇങ്ങനെ ഒരെണ്ണം ഇരിക്കുന്നത് ആരും അറിയുക പോലുമില്ല. 2-3 കമ്പോണൻസും 5-6 കണക്ഷനും കൊടുത്താൽ ആർക്കും ഇത് സിമ്പിൾ ആയിട്ട് നിർമ്മിക്കാം. എല്ലാവർക്കും നന്നായി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് ആദ്യം തന്നെ ഒരു ലൈക്ക് തന്നിട്ട് കണ്ടു തുടങ്ങിക്കോളൂ. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും ആവശ്യമുള്ളത് ഒരു ആംപ്ലിഫയർ ബോർഡും ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളുമാണ്. ഇവ രണ്ടും മാത്രം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇത്രയും ചെറിയൊരു കാർ സ്റ്റുഡിയോ നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്ക് നല്ല സംശയമുണ്ടാവും. അതൊക്കെ ഞാനിപ്പോൾ പരിഹരിച്ചു തരാം. ആദ്യമായിട്ട് ഞാനിവിടെ ബ്ലൂടൂത്ത് മൊഡ്യൂൾ കയ്യിലെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം ഇതിന് ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ട്പുട്ടുകളും അതുപോലെ തന്നെ ഇതിലേക്ക് സപ്ലൈ കണക്ട് ചെയ്യാനുള്ള VCC ഗ്രൗണ്ട് എന്നിങ്ങനെ 2 കണക്ഷനുമാണ് ഉള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ആംപ്ലിഫയർ ബോർഡ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 15+15 വാട്ടിന്റെ ക്ലാസ് D ആംപ്ലിഫയർ ബോർഡാണ്. ഇതിൽ നമുക്ക് 2 സ്പീക്കർ ഔട്ട്പുട്ടുകളും പിന്നെ ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഇൻപുട്ടും അതുപോലെ തന്നെ സപ്ലൈ 8 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബോർഡാണിത്. അപ്പോൾ ആ സപ്ലൈ കൊടുക്കുവാനുള്ള 2 VCC ഗ്രൗണ്ട് എന്നിങ്ങനെ 2 കണക്ഷനുകളുമാണ് ഉള്ളത്. ആംപ്ലിഫയർ ബോർഡ് നിങ്ങളുടെ ഇഷ്ടാനുസരണം എത്ര പവർ ഉള്ളത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. അതാണ് ഇതിലെ മെയിൻ ഹൈലൈറ്റ് കിടക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ബ്ലൂടൂത്ത് മൊഡ്യൂള് 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. ആദ്യം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പച്ച കളറിലുള്ള ഈ ബോർഡാണ് 5 വോൾട്ടിൻ്റെ. ഈ കാണിക്കുന്ന നീല ബോർഡാണ് 12 വോൾട്ടിൻ്റെ. അതിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഈ 5 വോൾട്ടിൻ്റെ ബോർഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് നമ്മൾ കാർ സ്റ്റുഡിയോ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ 12 വോൾട്ടാണല്ലോ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ 12 വോൾട്ടിൽ നിന്ന് ഇതുപോലത്തെ ഒരു 7805 റെഗുലേറ്റർ IC വെച്ചിട്ട് 5 വോൾട്ട് ആക്കിയിട്ട് വേണം ഈ 5 വോൾട്ടിൻ്റെ ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഈ കാണിക്കുന്ന ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ നിങ്ങൾക്കിവിടെ കാണാം അതിൽ റെഗുലേറ്റർ IC SMD ആയിട്ട് വരുന്നുണ്ട്. അതായത് നമുക്കിതിലേക്ക് നേരിട്ട് തന്നെ 12 വോൾട്ട് കണക്ട് ചെയ്യാം. 5 വോൾട്ടിൻ്റെ ബോർഡായിരുന്നെങ്കിൽ നേരത്തെ കാണിച്ചതുപോലെ റെഗുലേറ്റർ ICയും അതിൻ്റെ ഒരു ഹീറ്റ് സിങ്കും ഒക്കെ കൂടി വരുമ്പോൾ ഒരുപാട് സ്പേസ് അതിന് തന്നെ ആവശ്യമായിട്ട് വരും. ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഈ ബ്ലൂടൂത്ത് മൊഡ്യൂൾ 12 വോൾട്ടിൻ്റെ ആണ്. അതുപോലെ തന്നെ ആംപ്ലിഫയർ ബോർഡും 12 വോൾട്ടിൻ്റെ ആണ്. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ സ്പേസ് മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഞാൻ ഇതിൻ്റെ വയറിംഗ് ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് റെഡ് ബ്ലാക്ക് 2 വയർ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ VCC ഗ്രൗണ്ട് എന്നെഴുതിയിരിക്കുന്ന പോയിന്റുകളിൽ VCCയിൽ റെഡും ഗ്രൗണ്ട് എന്നെഴുതിയിരിക്കുന്നതിൽ ബ്ലാക്കും വയറുകൾ ഇതുപോലെ ആദ്യം സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ഇപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്ക് സപ്ലൈ കൊടുക്കുവാൻ ആവശ്യമായിട്ടുള്ള റെഡ് ബ്ലാക്ക് വയറുകൾ ഇവിടെ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ റെഡ് ബ്ലാക്ക് വയറുകൾ അതായത് 12 വോൾട്ടിൻ്റെ ഈ 2 കണക്ഷനുകൾ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് അടുത്തതായിട്ട് ആംപ്ലിഫയർ ബോർഡിലും അതുപോലെ തന്നെ സപ്ലൈ കൊടുക്കേണ്ടതുണ്ട്. അതിൻ്റെ പോയിന്റുകൾ നിങ്ങൾക്കിവിടെ കാണാം. 8 മുതൽ 24 വോൾട്ട് വരെ കൊടുക്കാം എന്ന് എഴുതിയിട്ട് 2 പ്ലസ് മൈനസ് എന്ന് എഴുതിയിട്ടുള്ള 2 കണക്ഷൻ പോയിന്റുകളുണ്ട്. അതിലേക്ക് നെഗറ്റീവിലേക്ക് ബ്ലാക്ക് വയറും പോസിറ്റീവിലേക്ക് റെഡ് വയറും ഇതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ഇത് കണക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അടുത്തടുത്തുള്ള പോയിന്റുകളാണ്. തമ്മിൽ ടച്ച് ആകാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ സോൾഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ റെഡ് വയർ പ്ലസ് എന്നെഴുതിയിരിക്കുന്ന ആംപ്ലിഫയറിന്റെ ആ കണക്ഷൻ പോയിന്റിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമ്മൾ നന്നായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ്. അധികം ലെഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത കണക്ഷൻ പോയിന്റിലേക്ക് ടച്ച് ആകും. അപ്പോൾ പാകത്തിന് മാത്രം ലെഡ് ഉപയോഗിച്ചിട്ട് സോൾഡർ ചെയ്താൽ മതി. ഇനി നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് നെഗറ്റീവിന്റെ കണക്ഷനാണ്. അത് നെഗറ്റീവ് എന്നെഴുതിയിട്ടുള്ള കണക്ഷൻ പോയിന്റിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക. രണ്ടും തമ്മിൽ ടച്ച് ആകാതെ ഇതുപോലെ നന്നായിട്ട് തന്നെ ചെയ്തു കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ബ്ലൂടൂത്ത് മൊഡ്യൂളും ആംപ്ലിഫയർ മൊഡ്യൂളും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഓഡിയോ ഇൻപുട്ടുകളാണ്. അതായത് നമ്മൾ ഈ ബ്ലൂടൂത്തുമായിട്ട് നമ്മുടെ ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്ന ഓഡിയോ സിഗ്നലിനെ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ട്പുട്ടുകൾ ആംപ്ലിഫയറിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഇൻപുട്ടിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്കിവിടെ കാണാം. 2ൻ്റെയും പിന്നുകളുടെ അകലമൊക്കെ ഒരേപോലെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ലെഫ്റ്റും റൈറ്റും കൃത്യമായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചാൽ മതി. ഗ്രൗണ്ട് എന്തായാലും നടുക്ക് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും ഒക്കെ വളരെ കൃത്യമായിട്ട് തന്നെ വരുന്നുണ്ട്. ഇനി നമുക്കത് ജോയിൻറ്റ് ചെയ്യാൻ ഇതുപോലത്തെ വല്ല റെസിസ്റ്ററിൻ്റെയോ കപ്പാസിറ്ററിൻ്റെയൊക്കെ ലെഗ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതുപോലത്തെ 2-3 ലെഗുകൾ കട്ട് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ കോപ്പർ വയറിനകത്തുള്ള കമ്പി ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഈ 2 ബോർഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3 ലെഗുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഈ കമ്പികൾ ഉപയോഗിച്ചിട്ട് ബ്ലൂടൂത്ത് മൊഡ്യൂളിന്റെ റൈറ്റ് ചാനൽ ഓഡിയോ ഔട്ട്പുട്ട് ആംപ്ലിഫയറിന്റെ റൈറ്റ് ചാനൽ ഓഡിയോ ഇൻപുട്ടുമായിട്ടും ആംപ്ലിഫയറിന്റെ ഗ്രൗണ്ടുമായിട്ടും ലെഫ്റ്റ് ഓഡിയോ ഔട്ട്പുട്ട് ആംപ്ലിഫയറിന്റെ ലെഫ്റ്റ് ഓഡിയോ ഇൻപുട്ടുമായിട്ടും ഇതുപോലെ കമ്പി ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ കോർത്ത് വെച്ചിരിക്കുന്ന ഈ 3 കമ്പികളും ആദ്യം ആംപ്ലിഫയർ ബോർഡിൽ ഞാനിവിടെ സോൾഡർ ചെയ്യുന്നുണ്ട്. 3 കമ്പികളും ഇതുപോലെ നന്നായി വൃത്തിയായിട്ട് തന്നെ സോൾഡർ ചെയ്യുക. എല്ലാ കണക്ഷൻ പോയിന്റുകളും അടുത്തടുത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ടച്ച് ചെയ്യാത്ത രീതിയിൽ വളരെ കുറച്ച് മാത്രം ലെഡ് ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ആംപ്ലിഫയർ മൊഡ്യൂളിൽ 3 കണക്ഷനും സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇവ തമ്മിൽ ടച്ച് ആയിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് സോൾഡർ ചെയ്യാനുള്ളത് ബ്ലൂടൂത്ത് മൊഡ്യൂളിലാണ്. ഇതേ കണക്ഷനുകൾ തന്നെ മറുഭാഗത്തേക്ക് നമ്മൾ കോർത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ തന്നെ വൃത്തിയായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കണം. അവിടെയും കണക്ഷൻ പോയിന്റുകളൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ സോൾഡറിങ് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഇപ്പോൾ നോക്കൂ, ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിലുള്ള 3 കണക്ഷനുകളും നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഓഡിയോ ലെഫ്റ്റ് റൈറ്റ് ഔട്ടുകളും അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ടിൻ്റെ കണക്ഷനും എല്ലാം നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ലെഗുകൾ കുറച്ച് അധികമായിട്ട് പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് വളരെ വൃത്തിയായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇങ്ങനെ 2 ബോർഡുകൾ അടുപ്പിച്ച് വെച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ കണക്ഷനുകൾ ഇത് രണ്ടും ഡബിൾ സൈഡ് PCBകളാണ്. അതുകൊണ്ട് തമ്മിൽ ടച്ച് ആകാൻ എന്തെങ്കിലും രീതിയിലുള്ള ചാൻസുകൾ ഉണ്ടോ എന്ന് നോക്കണം. അത് ഇങ്ങനെ പൊന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിലിപ്പോൾ ആ ചിപ്പിന്റെ നേരെ മുകളിലായതുകൊണ്ട് ടച്ച് ആകാനുള്ള ചാൻസ് ഒന്നുമില്ല. അതിലൊരു 1 mm ഗ്യാപ്പ് അവിടെ കിടക്കുന്നുമുണ്ട്. നിങ്ങൾ ഇതുപോലെ നിർമ്മിക്കുമ്പോൾ ടച്ച് ആകാനൊക്കെ എന്തെങ്കിലും ചാൻസുകളൊക്കെ കാണുകയാണെങ്കിൽ ഇൻസുലേഷൻ ടേപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ പീസൊക്കെ ഇടയിൽ വെച്ചിട്ട് അത് സേഫ് ആക്കിയിട്ട് വേണം നിർമ്മിച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതങ്ങനെ ഇപ്പോൾ നമ്മൾ 2 ബോർഡുകൾ തമ്മിൽ മാത്രമാണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് സപ്ലൈ കൊടുക്കുവാനും അതുപോലെ സ്പീക്കർ കണക്ട് ചെയ്യാനും എല്ലാം വയറുകൾ കണക്ട് ചെയ്യണം. ആദ്യം നമ്മൾ സപ്ലൈ കൊടുക്കുവാനുള്ള റെഡ് ബ്ലാക്ക് വയറുകൾ എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം തിക്നെസ് ഉള്ള വയർ നോക്കിയിട്ട് നല്ല വയർ നോക്കി എടുത്താൽ മതി. അതിൽ പോസിറ്റീവ് എന്ന് എഴുതിയിരിക്കുന്നതിലേക്ക് റെഡ് വയറും നെഗറ്റീവ് എന്ന് എഴുതിയിരിക്കുന്നതിലേക്ക് ബ്ലാക്ക് വയറുമാണ് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞൻ കാർ സ്റ്റീരിയോ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 12 വോൾട്ട് DC സപ്ലൈ കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വയറുകൾ നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ടച്ച് ആകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. DC സപ്ലൈ ആണ്, ഷോർട്ടായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ നോക്കുക. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ട്പുട്ട്, അതായത് സ്പീക്കറിലേക്കുള്ള കണക്ഷനുകളാണ് കൊടുക്കുവാനുള്ളത്. അതിന് 2 സ്പീക്കർ വയറിൻ്റെ പീസുകൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പീക്കറിലേക്കുള്ള വയറുകൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഞാനിവിടെ ലെഫ്റ്റ് ചാനലിൻ്റെ സ്പീക്കർ കണക്ഷനുകൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് ചാനലിൻ്റെയും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അതിലേക്കും ഇതുപോലെ 2 വയറുകൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾക്കൂടെ കാണാം, നമ്മുടെ ഈ കുഞ്ഞൻ കാർ സ്റ്റീരിയോയിലേക്ക് വേണ്ട എല്ലാ കണക്ഷനുകളും നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സപ്ലൈയുടെ വയർ കൊടുത്തു കഴിഞ്ഞു, 2 സ്പീക്കർ ഔട്ടുകളുടെ വയറും കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ചെറിയ കാർ സ്റ്റീരിയോ എല്ലാ കണക്ഷനുകളും കൊടുത്ത് പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വലിപ്പം എത്രയാണെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ആകെ വലിപ്പം എത്രയാണെന്നുള്ളത് ഇത് നോക്കൂ. ആകെ 1.25 ഇഞ്ച് നീളമുണ്ട്. അതേപോലെ തന്നെ ആകെ 1 ഇഞ്ച് മാത്രമാണ് വീതിയുള്ളത്. പിന്നെ ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 1/4 ഇഞ്ച് പോലുമില്ല. വളരെ ചെറിയൊരു കൂടിനകത്ത് ഇത് കൊള്ളിക്കാൻ പറ്റുമെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിന്റെ ടെസ്റ്റിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സ്പീക്കറുകൾ എടുത്തിട്ടുണ്ട്. ചെറിയ 2 ബോക്സുകളാണ്. ഇതിപ്പോൾ നമുക്ക് 30 വാട്ട് വരെയാണ് ഇതിന് ഔട്ട്പുട്ട് കിട്ടുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ള പവറിലുള്ള ആംപ്ലിഫയർ ബോർഡുകൾ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത്. ഞാനിപ്പോൾ ഇതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് നിർമ്മിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിന്റെ കൂടെ ഈ ആംപ്ലിഫയർ ബോർഡ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ആംപ്ലിഫയർ ബോർഡ് ഏതാണോ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ നിർമ്മിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഓരോ ചാനലുകൾ ഇതിലെ ഓരോ ബോക്സിലേക്ക് ഇപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സപ്ലൈയുടെ ആണെങ്കിലും സ്പീക്കറിന്റെ ആണെങ്കിലും കണക്ഷനുകൾ തമ്മിൽ ടച്ചായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇൻസുലേറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ആംപ്ലിഫയർ ബോർഡ് കേടായി പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാനെല്ലാം ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 12 വോൾട്ട് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. നമ്മളെ കാർ സ്റ്റീരിയോയിലുള്ള പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും റെഡ് ബ്ലാക്ക് വയറുകൾ ബാറ്ററിയിലേക്ക് പൊളാരിറ്റി മാറാതെ ഇതുപോലെ കണക്ട് ചെയ്യണം. പോസിറ്റീവിലേക്ക് റെഡും നെഗറ്റീവിലേക്ക് ബ്ലാക്കും കണക്ട് ചെയ്താൽ നമ്മുടെ ആംപ്ലിഫയർ വർക്കിംഗ് ആവും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇതിലേക്ക് സപ്ലൈ കൊടുക്കുമ്പോൾ ഈ ആംപ്ലിഫയർ മൊഡ്യൂളിൽ ഒരു റെഡ് ഇൻഡിക്കേറ്റർ തെളിയുന്നുണ്ട്. ഇനി നമുക്കൊന്നും നോക്കണ്ട, നേരിട്ട് ഫോണിന്റെ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ട് സാധാരണ എല്ലാ ബ്ലൂടൂത്ത് ഉപകരണങ്ങളിലും പെയർ ചെയ്യുന്ന പോലെ തന്നെ ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളുമായിട്ട് നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നമ്മുടെ ഫോണ് ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളുമായിട്ട് നമ്മുടെ കാർ സ്റ്റീരിയോയുമായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ നന്നായിട്ട് തന്നെ നമ്മുടെ കാർ സ്റ്റീരിയോ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? ഐറ്റം പൊളിയല്ലേ? നമ്മളിത് ഇങ്ങനെ കവറൊന്നും ഇല്ലാതെ ഓപ്പണായി നിർമ്മിച്ചത് കൊണ്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിന് എന്തായാലും ഒരു കവർ വെച്ച് കൊടുക്കണം.
ഇത്രയും ചെറിയൊരു ഐറ്റത്തിന് കേസ് പല വിധത്തിലുള്ളത് ഞാൻ നോക്കി, അതൊന്നും ശരിയായി കിട്ടിയില്ല. അപ്പോൾ ലാസ്റ്റ് ഞാൻ എത്തിപ്പെട്ടത് ഈ 9 വോൾട്ട് ബാറ്ററിയിലാണ്. അതിൽ തന്നെ ഒരുപാട് സ്പേസ് ബാക്കിയാണ്, അത്രയും ഒന്നും വലുപ്പം ഇതിന് ആവശ്യമില്ല. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് ഞാൻ ഈ ബോർഡ് കയറ്റിയത് എന്ന് കൂടി കാണിച്ചു തരാം. ഈ 9 വോൾട്ട് ബാറ്ററിയുടെ താഴെ ഈ മെറ്റൽ ഭാഗം ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ടാവും. അതൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് തിക്കി കഴിഞ്ഞാൽ നമുക്ക് നിവർത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ നിവർത്തിയിട്ട് അതിനകത്തുള്ള എല്ലാ പാർട്ടുകളും നമ്മൾ അഴിച്ചു ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ താഴെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് പാർട്ടും മുകളിലുള്ള പിന്നിന്റെ ഭാഗവും നമുക്ക് ആവശ്യമുണ്ട്. ബാക്കിയുള്ള അകത്തെ സെല്ലുകളെല്ലാം നമുക്ക് ഒഴിവാക്കാം. നമ്മുടെ ആംപ്ലിഫയറിന്റെ പോസിറ്റീവും നെഗറ്റീവും കണക്ഷൻ വേണമെങ്കിൽ ഈ പിന്നിലേക്ക് കണക്ട് ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 9 വോൾട്ട് ബാറ്ററിയുടെ സ്നാപ്പർ വയർ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിലൂടെ ഇതിലേക്ക് വേണ്ട സപ്ലൈ കണക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഏതായാലും അങ്ങനെ കൊടുക്കുന്നില്ല, ഞാനിപ്പോൾ വയർ തന്നെയാണ് പുറത്തേക്ക് ഇടാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ സ്നാപ്പർ കണക്ട് ചെയ്തിട്ട് അതിലേക്ക് സപ്ലൈ കൊടുക്കുന്ന രീതിയിലും ഇത് നിർമ്മിച്ചെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ബാറ്ററിക്കകത്തുള്ള സെല്ലൊക്കെ ഒഴിവാക്കിയിട്ട് അതിന്റെ അകം കാലിയാക്കിയിട്ടുണ്ട്. ഇനി ഈ ബോർഡ് അതിനകത്തേക്ക് കടത്തി വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ബാറ്ററിയുടെ കേസ് മെറ്റലാണ്. അപ്പോൾ നമ്മൾ ഈ ബോർഡ് കടത്തി വെക്കുമ്പോൾ അതിലുള്ള കണക്ഷനുകൾ അതിൽ ടച്ച് ചെയ്ത് ഷോർട്ടാകാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിങ്ങനെ വെക്കുമ്പോൾ പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും കണക്ഷനുകൾ ഇതിൻ്റെ സൈഡിലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും കേസിൽ ടച്ച് ആകാനൊരു സാധ്യത കാണുന്നുണ്ട്. നേരിട്ട് ടച്ച് ആകില്ലെങ്കിൽ കൂടി നമ്മളത് ഒരു സേഫ്റ്റി എന്നുള്ള നിലക്ക് അവിടെ ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇതിനകത്തേക്ക് കടത്തി വെക്കാൻ. അല്ലെങ്കിൽ DC ആണ്, പവറുള്ള സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് ഷോർട്ടായി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ആംപ്ലിഫയർ ബോർഡ് ഈ ബാറ്ററിയുടെ കവറിനകത്തേക്ക് കടത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ആദ്യം ഉണ്ടായിരുന്ന ആ പ്ലാസ്റ്റിക്കിൻ്റെ പാർട്ടിൽ ഒരു ചെറിയ ഹോളിട്ട് കൊടുത്ത് വയർ അതിലൂടെ പുറത്തേക്ക് എടുത്തിട്ട് ഇതുപോലെ ആ പ്ലേറ്റ് മടക്കി കൊടുത്താൽ മതി. ഇപ്പോൾ അവിടെ സേഫായിട്ട് നിന്നോളും. ഇതുപോലൊരു ചാർജ് തീർന്ന 9 വോൾട്ട് ബാറ്ററി എടുത്തിട്ട് അതിനകത്തുള്ള ഐറ്റംസ് ഒക്കെ ഇതുപോലെ അയച്ച് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്കും അതിനകത്ത് ഇതുപോലെ കാർ സ്റ്റീരിയോ നിർമ്മിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പക്കൽ നല്ല ആകർഷകമായിട്ടുള്ള വേറെ എന്തെങ്കിലും കവറുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ആ ഇൻഡിക്കേറ്ററൊക്കെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ നിർമ്മിച്ച് ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഈ കുഞ്ഞൻ കാർ സ്റ്റീരിയോ വളരെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പല രീതിയിലുള്ള കാർ സ്റ്റീരിയോകളും അതുപോലെ തന്നെ കാർ സ്റ്റീരിയോകൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ക്യാബിനറ്റുകളും അല്ലെങ്കിൽ ആ ക്യാബിനറ്റിൽ തന്നെ നിർമ്മിച്ച വിവിധ തരത്തിലുള്ള പ്രീ ആംപ്ലിഫയറുകളും കാർ സ്റ്റീരിയോകളും ആംപ്ലിഫയറുകളും എല്ലാം നിങ്ങൾക്ക് കൊറിയർ വേണമെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണിക്കുന്ന QR കോഡിൽ വാട്സപ്പിലേക്കുള്ള ലിങ്ക് ഉണ്ട്, അതുവഴിയും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ എവിടേക്കും കൊറിയർ ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഇത്തരം പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങുന്നതിനും ഒക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇതിനേക്കാൾ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കിടിലനായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ തന്നെ കമന്റിലൂടെ അറിയിക്കുക. താങ്ക്